നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ജല അതോറിറ്റിയുടെ അനാസ്ഥ. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പാലക്കാട് വടക്കന്തര സ്വദേശി 65-കാരൻ സുധാകരൻ. ജല അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ദേശമംഗലത്ത് ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വയോധികയുൾപ്പെടെ കുടുംബത്തിലെ 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെ. അന്വേഷണം കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിന്മേൽ. വാർത്തകൾ വിശദമായി. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി. പാലക്കാട് പരക്കുന്നത്ത് വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് കഴിഞ്ഞ ദിവസം 65-കാരൻ മരിച്ചത്. ജല അതോറിറ്റിയുടെ അലംഭാവമാണ് ഒരു ജീവൻ കൂടി പൊലിയാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് വെട്ടി കുഴിയെടുക്കുന്ന ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. പറക്കുന്നത്ത് വടക്കന്തറ മനക്കൽത്തൊടി സുകന്യ നിവാസിൽ 65-കാരൻ സുധാകരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് അപകടം. 3 മാസമായി കുഴിമൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വാട്ടറിൻ്റെ ഒരു പൈപ്പ് കണക്ഷന് വേണ്ടി എടുത്ത കുഴിയാണ്. ഇത് മാസക്കണക്കായി പോരാ കിടക്കാം. മഴ പെയ്തപ്പോൾ കുറച്ചും കൂടി മണ്ണ് താഴേക്ക് പോയി. അപ്പോൾ ആ പാവം രാത്രി ഇതിലെ പോകുമ്പോൾ വീണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതോടെ കുഴി മൂടിയ മണ്ണ് അരയടിയോളം താഴ്ന്നിറങ്ങുകയായിരുന്നു. ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ സുധാകരൻ സഞ്ചരിച്ച സ്കൂട്ടർ അബദ്ധത്തിൽ കുഴിയിലിറങ്ങി നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഇവിടെ നേരത്തെയും സമാന അപകടങ്ങളിൽ ആളുകൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ദേശമംഗലത്ത് ഇടിമിന്നലേറ്റ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വയോധികയടക്കം കുടുംബത്തിലെ 2 പേർ രക്ഷപ്പെട്ടു. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് ശക്തമായ ഇടിമിന്നൽ മൂലം ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലിൽ അടുക്കള ഭാഗത്തേക്ക് തീഗോളം പോലെ വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സ്ഫോടനത്തിൽ സതീശന്റെ മകൾ കോളേജ് വിദ്യാർത്ഥിനിയായ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിക്കുകയും വലതുകാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെ അമ്മ ജാനകി, ഭാര്യ സുബിത എന്നിവർ തീഗോളം വരുന്നത് കണ്ടതും മാറിയതോടെ ചെറിയ തോതിൽ പരിക്കുകൾ മാത്രമേ പറ്റിയുള്ളൂ. അപകടം സംഭവിക്കുമ്പോൾ ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ എത്തിയത്. 8:30 മണിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മിന്നൽ വന്നപ്പോൾ ഞാൻ പുറമൊന്ന് പോയിട്ട് അകത്ത് പോയിട്ട് വാതിലടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് ഇപ്പോൾ മോള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ അമ്മ വേഗം ആയോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാനും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറിഞ്ഞു. പൊട്ടി ആകെ പുക മഴയായി അവിടെ. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഓടിട്ട വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് ചുമരുകളെല്ലാം പാടെ തകർന്ന നിലയിലാണ്. വീട്ടിലെ ഇലക്ട്രിക് സപ്ലൈ സംവിധാനം മുഴുവനായും തകരാറിലുമായി. വിവരമറിഞ്ഞ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ P. പുഷ്പജ വീട് സന്ദർശിക്കുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് അന്വേഷണം. ഈ മാസം 3-ാം തീയതിയായിരുന്നു സംഭവം. മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്കെത്തിയത്. അവിടെ നിന്നും ലഭിച്ച മരുന്ന് 5 ദിവസം കുട്ടി കഴിക്കുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് കാരിക്കുളം എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വെച്ചാണ് കുട്ടി കഴിച്ചിരുന്ന മരുന്നും പ്രിസ്ക്രിപ്ഷനും തമ്മിൽ ഒത്തുനോക്കിയത്. ഇതോടെയാണ് കുട്ടി കഴിച്ചിരുന്നത് വേദനയുടെ ഗുളികയ്ക്ക് പകരം പ്രഷറിൻ്റെ ഗുളികയാണെന്ന് കണ്ടുപിടിച്ചത്. കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് പിതാവ് DMOയ്ക്കും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോദിക്കേണ്ടായത് ഗുളിക കുട്ടിക്ക് ഇത്രയും അതായത് 4-5 വയസ്സായ എൻ്റെ കുട്ടിക്കാണ് വേദനയുടെ ഗുളികയ്ക്ക് പകരം അവർ തന്നത് BP-യുടെ ഗുളിക. അപ്പോൾ കുട്ടിക്ക് ഇത് കഴിച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിലെന്ന് അവർ പോയി മെഡിസിനിൽ പോയി ചോദിച്ചപ്പോൾ ഫാർമസിയിലും മരുന്ന് ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ ഈ ആള് പറഞ്ഞത് ഈ ഗുളിക അവിടുന്ന് തന്ന ഗുളിക അല്ലാന്ന് പറഞ്ഞത്.
അപ്പോൾ ഈ 4 ഗുളിക എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഗുളികയാണ്. അപ്പോൾ ഇതിനെതിരെ ഞാൻ അപ്പോൾ ഇവിടുത്തെ കലാരകുന്നത്തെ മെഡിക്കൽ ഓഫീസറിനും DMOക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതി അവർ സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഈ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ DMO നിർദ്ദേശിച്ചത്. അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേനൽ മഴ കനിഞ്ഞതോടെ ഒന്നാം വിളയിറക്കാൻ ഒരുങ്ങി കർഷകർ. മങ്കര പഞ്ചായത്തിലെ മാങ്കുറിശി അരയൻകുന്ന് പാടശേഖരത്തിലെ കർഷകരാണ് ഒന്നാം വിളയിറക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഒന്നാം വിളയായി പൊടിവിത ഇറക്കുകയാണ് ഭൂരിഭാഗം കർഷകരും. കാലാവസ്ഥയെ വിശ്വസിക്കാൻ കഴിയാത്തതാണ് രണ്ടും കൽപ്പിച്ച് കൃഷി ഇറക്കാൻ കാരണം. കൃഷിഭവനിൽ നിന്നുള്ള വിത്ത് ഇതേവരെ ലഭിച്ചിട്ടില്ല. സബ്സിഡിയോടുള്ള നെൽവിത്ത് കൃഷിഭവനിൽ നിന്നും ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഉമവിത്തിന് അമിത വില നൽകിയാണ് വിത്ത് ശേഖരിച്ചതെന്ന് കർഷകർ പറയുന്നു. കൃഷി ഇറക്കുന്നതിനൊപ്പം തന്നെ കളനാശിനി കൂടി അടിക്കേണ്ടതിനാൽ വലിയ ചിലവ് വരുന്നുണ്ടെന്ന് സമിതി ഭാരവാഹികളായ കൃഷ്ണകുമാർ പറഞ്ഞു. നെൽപ്പാടങ്ങളിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഒഴുകിയെത്തിയത് കർഷകർക്ക് വലിയ തിരിച്ചടിയായതായും കർഷകർ പറഞ്ഞു. നെൽപ്പാടത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യം ശുചീകരിക്കാനായി മാത്രം 2 തൊഴിലാളികളെ നിർത്തേണ്ടി വന്നതായി കർഷകർ പരാതിപ്പെട്ടു. മാലിന്യം തള്ളുന്നതിനെതിരെ മങ്കര പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പഞ്ചായത്തിന് പരാതി നൽകിയതായി കർഷകരായ TV വിജു, കൃഷ്ണൻകുട്ടി, വാസുദേവൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പറഞ്ഞു. അരയൻകുന്ന് പാടശേഖരത്തിൽ ഒരു 5 ഏക്കർ പൊടിവിത വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഇന്നലെ 2 ദിവസമായിട്ട് പൂട്ടി എല്ലാം റെഡിയാക്കി. പിന്നീട് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കൊണ്ട് തള്ളിയിട്ട് മുഴുക്ക ഈ വെള്ളം വന്നിട്ട് അങ്ങനെ പാടങ്ങളിൽ എൻ്റെ പാടത്തും ബിജു, എൻ്റെ സുഹൃത്ത് ബിജുവിൻ്റെ പാടത്ത് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അത് 2-3 ആൾക്കാർ വെച്ചിട്ട് പണിയെടുത്തിട്ടാണ് ഇതിനൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യം മാറ്റിയിട്ട് ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണമെന്നാണ് പ്രസിഡന്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മങ്കര പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ്, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ജനപ്രതിനിധികൾ എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 14 വാർഡുകളിലും ശുചീകരണം നടന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷനായി. വാർഡംഗം MA അനിത, KR ലത, ADS സുനിത, ആശാവർക്കർമാരായ വിജയകുമാരി, കലാവതി എന്നിവർ സംസാരിച്ചു. പൊതുയിടങ്ങളിലെ പ്ലാസ്റ്റിക് ചപ്പുചവറുകൾ എന്നിവയാണ് പ്രധാനമായും ശുചീകരിച്ചത്. കഴിഞ്ഞ വർഷം ഇതിന്റെ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ പഞ്ചായത്തുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി മഴക്കാലത്തിന് പൂർവ്വമായി നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെ മാലിന്യങ്ങൾ കുറവ് മാത്രമാണ് പൊതുസ്ഥലത്തായിട്ട് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴിയരികിൽ തള്ളിയ മാലിന്യങ്ങൾ ഏറെ നാളത്തെ പരാതിക്കൊടുവിൽ അധികൃതർ നീക്കം ചെയ്തു. കടുക്കാംകുന്നം റെയിൽവേ മേൽപ്പാലത്തിനരികിലെ പൊതുസ്ഥലത്ത് സാമൂഹ്യവിരുദ്ധർ നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരമാണ് അധികൃതർ നീക്കം ചെയ്തത്. കീറിയ വസ്ത്രങ്ങളും വീടുകളിലെയും കടകളിലെയും മാലിന്യങ്ങളുമാണ് വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇറച്ചി മാലിന്യത്തിന്റെ ദുർഗന്ധം കാൽനടയാത്ര പോലും ദുസ്സഹമാക്കിയിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, പൊതുപ്രവർത്തകൻ ജയജിത്ത് എന്നിവർ നേതൃത്വം നൽകി. മലമ്പുഴ ITI വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മന്തക്കാട് മുതൽ കടുക്കാംകുന്നം വരെയാണ് ശുചീകരണ പരിപാടി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകിരാതരുദ്രയജ്ഞത്തിന്റെ 11ാം ദിനത്തിൽ വിവിധ പൂജകൾ നടന്നു. രാവിലെയും വൈകുന്നേരവും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വേട്ടേക്കാരന്റെ എഴുന്നള്ളിപ്പ് നടന്നു. മഹാകിരാതരുദ്രയജ്ഞത്തിന്റെ 11ാം ദിനത്തിൽ രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ഉഷപൂജയ്ക്കും ശേഷം മഹാകിരാതരുദ്രഹോമം പൂർണ്ണാഹൂതി നടന്നു. ഉച്ചപൂജയ്ക്കു ശേഷം 5 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കാരന്റെ എഴുന്നള്ളത്ത് നടന്നു. വേട്ടേക്കാരന്റെ ഉച്ചപ്പാട്ടിനു ശേഷം പ്രസാദഊട്ടും നടന്നു.
ഉച്ചയ്ക്ക് ശേഷം പാറമേക്കാവ് ജയശങ്കർ, രാജഗോപാലൻ, നിതിൻ മംഗലത്ത് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സഹസ്രദീപക്കാഴ്ച, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്കു ശേഷം വേട്ടക്കാരന്റെ മുല്ലക്കൽ പാട്ടും അരങ്ങേറി. രാത്രി 7 മണിക്ക് 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കാരന്റെ എഴുന്നള്ളത്തും നടന്നു. എഴുന്നള്ളത്തിലെ പഞ്ചവാദ്യ പ്രമാണത്തിന് സർവശ്രീ ചോറ്റാനിക്കര വിജയന്മാരാർ, ചെർപ്പുളശ്രീ ശിവൻ, തിരുവാലത്തൂർ ശിവന്മാരാർ, ഓടക്കാലി മുരളി, ചേലക്കര സൂര്യൻ എന്നിവർ നേതൃത്വം നൽകി. ശേഷം കളംപൂജ, കളംപാട്ട്, നാളികേരമേറ്, കളമാക്കൽ തുടങ്ങിയവയും നടന്നു. ചടങ്ങിൽ BJP സംസ്ഥാന സെക്രട്ടറി നാഗേഷ് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തരൂർ ഗെയിം ഫെസ്റ്റ് 2024 മെയ് 19 മുതൽ ജൂൺ 2 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ തരൂർ MLA PP സുമോദ്, പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ രാജകൃഷ്ണൻ, ER രാമദാസ്, MK കമലം, പ്രമോദ്, പ്രദോഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ, ഉണ്ണികൃഷ്ണൻ, മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 19 കണ്ണമ്പ്ര സ്റ്റേഡിയത്തിലും മെയ് 25-26 തീയതികളിൽ ഫുട്ബോൾ മത്സരം പെരിങ്ങോട്ടുകുറിശി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും ജൂൺ 2 ക്രിക്കറ്റ് മത്സരം വടക്കഞ്ചേരി പഞ്ചായത്ത് ഗ്രൗണ്ടിലുമാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 2025 നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് പുനർനിർണയത്തിന് ആലോചന. ജനസംഖ്യ ആനുപാതികമായി ഓരോ വാർഡ് കൂടി സൃഷ്ടിക്കാനാണ് തീരുമാനം. ഇതിനായി 20-ന് പ്രത്യേക മന്ത്രിസഭ ചേർന്ന് ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ 1000 പേർക്ക് ഒരു വാർഡെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിഭജനം. ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് 13 വാർഡും വലിയ പഞ്ചായത്തുകളിൽ 23 വാർഡുകളുമാണുള്ളത്. പുനർനിർണയത്തോടെ 14 മുതൽ 24 വരെയായി വാർഡുകളുടെ എണ്ണം ഉയരും. സംസ്ഥാനത്താകെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,692 വാർഡുകളും 87 മുനിസിപ്പാലിറ്റികളിൽ 3078 വാർഡുകളും 6 കോർപ്പറേഷനുകളിലായി 414 വാർഡുകളുമാണ് ഇപ്പോഴുള്ളത്. നിലവിൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 21,865 ജനപ്രതിനിധികളുമുണ്ട്. വാർഡ് വിഭജനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1200 തദ്ദേശ പ്രതിനിധികൾ കൂടി അധികമായി വരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2019 ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരുന്നെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായി. ജനസംഖ്യ പരിഗണിച്ചാവണം തദ്ദേശ ജനപ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കേണ്ടതെന്ന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ടിലെ വ്യവസ്ഥയാണ് വാർഡ് വിഭജനത്തിന് തയ്യാറാകുന്നതിൻ്റെ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നേരിയ മാർജിനിൽ ഭരണം നഷ്ടമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം ഉറപ്പാക്കും വിധമായിരിക്കും പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയെന്ന ആരോപണം ഇതിനിടെ ശക്തമായിട്ടുണ്ട്. നടപടികൾ സങ്കീർണവും അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതുമാണെന്ന പരാതികളും ഉയരുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 4 മുതിർന്ന IASകാരും അംഗങ്ങളായ സമിതിക്കായിരിക്കും വാർഡ് പുനർനിർണയത്തിൻ്റെ ചുമതല. അടുത്ത വർഷം ഡിസംബറിലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്സവപ്പറമ്പുകളിലും ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് തൃശൂർ പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. അതും ബന്ധുക്കൾ മാത്രം അടങ്ങുന്ന 19 പേർ. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ പെൺകൂട്ടം ഇപ്പോൾ വൈറലാണ്. കുടുംബക്ഷേത്രം കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്നവരാണ് ഈ വനിതാ കൂട്ടായ്മ. ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന ചിന്തയാണ് മേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത്. അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാലാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി. 10ാം ക്ലാസ്സുകാരി മുതൽ 50 വയസ്സുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ 19 പേർ
പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിൻ്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു. വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമയല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്തച്ചുവടുകൾ വെച്ച് മേള പെരുമഴയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് വൈറലാക്കി. ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയിൽ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടെ DJ-ക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ പെൺകൂട്ടം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിര കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്തൊരു കല കൊണ്ടുവരാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ചെണ്ടമേളം കൊണ്ടുവന്നുകൂടാ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ചെണ്ടമേളം എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. അതായത് ദേവമേളമുണ്ട്, ശിങ്കാരിമേളമുണ്ട്. അപ്പോൾ ദേവമേളത്തിന് ഒരുപാട് പരിശീലനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ശിങ്കാരിമേളം എടുത്തുകൂടാ എന്ന് ഞങ്ങൾ അംഗങ്ങളിൽ എല്ലാവരും കൂടി തന്നെ ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ശിങ്കാരിമേളം എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് വന്നത്. ഇതിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനിതകളാണ് അതിനകത്ത് ട്യൂണർമാരായിട്ട് വരുന്നത്. ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു ഏകദേശം ഒരു 50 വയസ്സ് പ്രായം വരെയുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അതും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള, അതായത് പാപ്പന്മാരുടെ ഭാര്യമാർ, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാർ, മക്കൾ, അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിൻ്റെ സ്വന്തം ടീം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജല അതോറിറ്റിയുടെ അനാസ്ഥ. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ 1 ഇര കൂടി. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പാലക്കാട് വടക്കന്തര സ്വദേശി 65-കാരൻ സുധാകരൻ. ജല അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ദേശമംഗലത്ത് ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വയോധികയുൾപ്പെടെ കുടുംബത്തിലെ 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെ. അന്വേഷണം കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിന്മേൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.